അവർക്കാർക്കും നിന്നിൽ ഒരു പ്രതീക്ഷയുമില്ലേ? എന്താ, എനിക്ക് പോലും എന്നിലൊരു പ്രതീക്ഷയുമില്ലെന്നോ? അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? എന്നാലേ എൻ്റെ ദൈവത്തിന് നിന്നിൽ, അതെ നിന്നിൽ പ്രതീക്ഷയുണ്ട്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതെ, നിങ്ങളുടെ ഇന്നലകളിലേക്ക് നോക്കിയിട്ടാണ് അവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതൊന്നും നിങ്ങളിൽ നിങ്ങളുടെ ഭാവിയിൽ കാണുവാൻ കഴിയാത്തത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഒരുപാട് പ്രതീക്ഷിച്ചു നിങ്ങൾ ഇറങ്ങി, പ്രതീക്ഷയ്ക്ക് വിപരീതമായത് സംഭവിച്ചു, പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. അതാ വലിയ സങ്കടം. എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് തക്കവണ്ണമുള്ള ഗുണങ്ങളില്ല എന്ന് കരുതുന്നു, യോഗ്യതയില്ല എന്ന് കരുതുന്നു. കരുതൽ മാത്രമല്ല, പലപ്പോഴും യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ആ അനുഭവം മാറാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ ഞാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരാലോചനയാണ്. എനിക്കറിയത്തില്ല ഈ ആലോചന എത്ര പേരുടെ ജീവിതത്തിൽ നിവർത്തിയാകും. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവം ആഗ്രഹിക്കുന്നത് നിവർത്തീകരിക്കപ്പെടും. അതെ, ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ കാണും. അപ്പോൾ വചനത്തിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നോക്കൂ, ഇവിടെ പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവം തൻ്റെ ആത്മാവിനാൽ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അസ്ഥി താഴ്വരയാണ്, അല്ലെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ശേഷിപ്പുകളുള്ള സ്ഥലം. അർത്ഥം, ഒരിക്കൽ കഴിവും കാര്യപ്രാപ്തിയും പലതും ചെയ്തെടുക്കുവാൻ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യർ, ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, പലതും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അവൻ വെറും ഓർമ്മയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ നല്ലതൊന്നുമില്ല. ഇപ്പോൾ അസ്ഥിത്താഴ്വര എന്ന പേര് മാത്രം, നല്ലതൊന്നുമില്ലാത്ത ഒരിടത്തേക്ക് ദൈവം തൻ്റെ പ്രവാചകനെ അയക്കുകയാണ്. ആമേൻ. ഒരു പ്രതീക്ഷയുമില്ലാത്ത, മറ്റുള്ളവർക്ക് ഒരു സാധ്യതയും തോന്നാത്ത ചില സ്ഥലം. അതെ, നിൻ്റെ ജോലി സ്ഥലം തന്നെ. ഒരു പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നായിരിക്കുന്ന ആ ജോലി, ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ആ ഭവനം, നിങ്ങളുടെ ഭവന അന്തരീക്ഷം, മക്കളെ നിങ്ങളുടെ കോഴ്സ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കോഴ്സ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ. ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങൾ, ഒരു സാധ്യതയും ഇല്ലാത്ത തൊഴിൽ, ഒരു സാധ്യതയും ഒരു പ്രതീക്ഷയ്ക്കും ഉതകാത്ത വ്യക്തിബന്ധങ്ങൾ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സഹായിക്കുവാൻ ആളില്ല, അല്ലേ? നോക്കൂ, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പ്രവാചകനെ ദൈവം അയച്ചത്. നിങ്ങളുടെ ചിന്ത, അയ്യോ ഇതിൻ്റെ ഇടയിൽ ഞാനും കൂടെ ഇല്ലാതായിത്തീരും, ഇവിടെ ഞാൻ ഒതുങ്ങിപ്പോകും, ഇവിടെ എനിക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, ഇവിടെ, അതെ, ആ സ്ഥലം, നിങ്ങളായിരിക്കുന്ന സ്ഥലം നിങ്ങളെ ഒരിക്കലും വളർത്തത്തില്ല. ഞാനത് ഉറപ്പിച്ച് തന്നെ പറയാം. സങ്കടം വേണ്ട. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ വളർത്താനൊന്നും പോകുന്നില്ല, അവർ കൈതന്ന് നിങ്ങളെ ഉയർത്താനും പോകുന്നില്ല. നിങ്ങൾ പോയി പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതൊന്നുമില്ല. അത് വെറും അസ്ഥിത്താഴ്വരയാണ്. പ്രവാചകൻ അത് കാണുകയാണ്, അസ്ഥിത്താഴ്വര. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് ചുറ്റും ചുറ്റി 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 പ്രവാചകനെ നടത്തുന്നു. ഹേ ദൈവമേ, പ്രവാചകന് വേണമെങ്കിൽ ചോദിക്കാം, ഈ അസ്ഥിത്താഴ്വരയിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്തിടത്ത് നീ എന്തിനാണ് എന്നെ അയച്ചത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. ഹേ മനുഷ്യപുത്ര, പ്രവാചക, എൻ്റെ നാവായി ലോകത്തോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നവനെ, നിന്നിലെനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ അസ്ഥിത്താഴ്വരയെ നിന്നിലൂടെ ഞാൻ മാറ്റുവാൻ പോകുക, അല്ലെങ്കിൽ ഈ അസ്ഥിത്താഴ്വരയുടെ അനുഭവത്തെ നിന്നിലൂടെ ഞാൻ മാറ്റുവാൻ പോകുക. അതേ സഹോദര, സഹോദരി, നീ കടന്നുപോയ
ആയിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് വക നൽകാത്ത ആ സാഹചര്യത്തെ നിന്നിലൂടെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക. റെഡിയാണോ? ആ തൊഴിലിടത്തെ എൻ്റെ ദൈവം നിന്നിലൂടെ മാറ്റുവാൻ പോകുക. ഓ ഷബറിധലമാ ഷെഖനെ പ്രയോജനപ്പെടത്തില്ല എന്ന്, നിൻ്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ, നിനക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ അവിടെ നിന്ന് കിട്ടത്തില്ല എന്ന് നീ കരുതുന്ന അതേ സ്ഥലത്തെ, അതേ തൊഴിൽ മേഖലയെ, അതേ വരുമാന മേഖലയെ നിൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരും വിധത്തിൽ എൻ്റെ ദൈവം നിന്നിലൂടെ ചേഞ്ച് ചെയ്യുവാൻ പോകുക. യെസ്, നിന്നിലൂടെ നിന്നെ എൻ്റെ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ പോകുക. റാധലമ ഷെഖനെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? സഹോദരി, നിന്നിലൂടെ നോക്കൂ, 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു. ഏറ്റവും വലിയ സൈന്യമായി. നോക്കൂ, ചില വാക്യങ്ങൾക്ക് മുമ്പ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ 9 വാക്യങ്ങൾക്ക് മുമ്പ് ഈ പ്രവാചകൻ അസ്ഥിത്താഴ്വരയിലേക്ക് എത്തുന്ന കാര്യം വിവരിച്ചിരിക്കുന്നു. അവിടെ ചുറ്റും അസ്ഥികൾ മാത്രമാണുള്ളത്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതൊന്നുമില്ല. അല്ലേ സഹോദരി? നീ വളരെ പ്രതീക്ഷയോടെ പോയി. പ്രവാചകനും അങ്ങനെ ആയിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തിയത്. ദൈവാലോചന കേട്ടാണ് നീ ഇറങ്ങിത്തിരിച്ചത്. വിവാഹം ആമേൻ മാതാപിതാക്കളാണ് നടത്തി തന്നതെങ്കിലും അല്ല, നീ കണ്ടെത്തിയതാണെങ്കിലും ആമേൻ അത് ദൈവാലോചനയാണ്, ദൈവം തന്ന അത് തന്നെ. പക്ഷേ നീ ചെന്ന് കയറിയ സ്ഥലം, അയ്യോ പാസ്റ്റർ ഓർമ്മിപ്പിക്കരുതേ, ഞാൻ ആ ഓർമ്മകളിൽ നിന്നൊന്ന് മുക്തയായിക്കൊണ്ടിരിക്കുക, ഓർക്കാതിരിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു, അസ്ഥികൾ മാത്രമേ ഉള്ളൂ. അസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സന്തോഷമാകുമെന്ന് കരുതിയ, ബലപ്പെടുത്തുമെന്ന് കരുതിയ, പുതിയ സ്വപ്നങ്ങളിലേക്ക് കരം പിടിച്ച് നടത്തുമെന്ന് കരുതിയവരൊക്കെ ഒരുമാതിരി, കറക്റ്റ് അതല്ലേ, മരിച്ച, ദീർഘനാളുകളായി മരിച്ച് ഫ്രീസറിലിരിക്കുന്ന ജഡത്തോട് സംസാരിക്കുന്നത് പോലെ നീ ചിലരോട് സംസാരിക്കുമ്പോഴുള്ള അനുഭവത്തെ ആ സഹോദരി ഞാൻ പറഞ്ഞേ. ആ ജഡം ഇങ്ങനെ ഫ്രീസറിൽ ദീർഘനാളിരിക്കുമ്പോൾ ആ ഒരു ഇരിപ്പുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ഇരിക്കുക. വല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും അவ்விധത്തിൽ അവസ്ഥ. അസ്ഥിത്താഴ്വര എന്താ നല്ലതുള്ളത്? ഒന്നും നല്ലതില്ല. പണ്ട് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ ഇല്ല. എൻ്റെ അപ്പനും അമ്മയെ അന്വേഷിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതുപോലെ നല്ല വീടും നല്ല ബന്ധുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം ചത്ത ശവങ്ങളായിട്ടിരിക്കുക. ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല, ഒന്നും നല്ലതൊന്നും ഇല്ല, ഒരു ഇതുമില്ല. പക്ഷേ നിന്നെ അവിടെ അയച്ചുവെങ്കിൽ എൻ്റെ കർത്താവ് ആ അസ്ഥി താഴ്വരയെ ഒരു സൈന്യങ്ങളുടെ താഴ്വരയാക്കി മാറ്റുവാൻ പോകുക. റെഡിയാണോ? ശക്തന്മാരെ അതിനകത്തു നിന്ന് നിന്നിലൂടെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ആ ഭവനത്തിനകത്തുനിന്ന് സഹോദരി, നിന്നിലൂടെ ശക്തന്മാരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. അഥവാ അസ്ഥി താഴ്വരയെ പണിതെടുക്കുവാൻ തക്കവണ്ണം പ്രവാചകനെ ദൈവം പ്രയോജനപ്പെടുത്തിയെങ്കിൽ നിന്നിലൂടെ അസ്ഥി താഴ്വര സമാനമായി മാറിയ ആ ഭവനത്തെ, ആ ഭവനാന്തരീക്ഷത്തെ ദൈവം പണിതെടുക്കുവാൻ പോകുക. ഷബറിദലമാ ഷെഖനെ. മക്കളെ, നിങ്ങൾ പോയ സ്ഥലം, അയ്യോ പാസ്റ്റർ പറയണ്ട, ആ കോഴ്സ്, ഓ സ്തോത്രം, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നിന്നിലൂടെ ആ കോഴ്സിനൊരു പേരുണ്ടാകുവാൻ പോകുന്നു. റിധഭാഷേഖനെ മതവേ, നിൻ്റെ മക്കളിലൂടെ അവരിന്ന് പഠിക്കുന്ന, ഇതൊക്കെ പഠിച്ചിട്ട് എന്താകാനെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ അവർക്ക് തന്നെ അസൂയ തോന്നും വിധത്തിൽ ആ കോഴ്സിനൊരു പേര് നിൻ്റെ തലമുറകൾ മുഖാന്തരം ഉണ്ടാകുവാൻ പോകുന്നു. ഷബറിദലമാക്ഷകരെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മേൻ. അസ്ഥി താഴ്വര അല്ലേ ശുശ്രൂഷക? അയ്യോ ഉണ്ട് പാസ്റ്ററെ, കുറേ എണ്ണം ഉണ്ട്. ഓ അസ്ഥി ചത്ത് മണ്ണടിച്ച് പോയതാ, എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ഈ തലയോട്ടി കണ്ടിട്ടുള്ളവർക്കറിയാം, ചെവിയുടെ സ്ഥാനത്ത് ഒരു ഹോള് മാത്രമാണ്. അതങ്ങ് വെച്ചുകൊണ്ടിരിക്കുക, വല്ല അകത്തോട്ട് പോകണ്ടേ, പറയുന്നത് പോലെ കേൾക്കണ്ടേ. അവിടെ നിൻ്റെ ആലയത്തിനകത്തു നിന്ന്, അസ്ഥി താഴ്വരയായി മാറിയ ആ ദേശത്തിനകത്തു നിന്ന് ഒരു വലിയ സൈന്യം നിനക്ക് പിൻപിൽ എഴുന്നേൽക്കുവാൻ പോകുക. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി പ്രാർത്ഥിക്കുക. ഒരു വലിയ സൈന്യത്തെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. നിന്നിലൂടെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുക. നീ തുടങ്ങിയ ബിസിനസ്, സ്തോത്രം, ഇപ്പോഴാണ് മനസ്സിലായതും. വേറെ ആരും അതെന്താ ചെയ്യാത്തത്? അല്ല, വേറെ പലർക്കും അനുഗ്രഹവുമാണ്, പക്ഷേ എനിക്ക് മാത്രം അസ്ഥി താഴ്വര. കർത്താവിനെ 4 ഇടയ്ക്ക് പറഞ്ഞിട്ടല്ലോ, ആ ബിസിനസ്സിൻ്റെ ലെവൽ നിന്നിലൂടെ മാറ്റുവാൻ പോകുകയാണ്.
നിങ്ങളെ ദൈവം അയച്ച ഇടത്ത് നിങ്ങളിലൂടെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. കർത്താവേ, നീ എന്നെ അയച്ച ഈ സ്ഥാനത്ത് നിൻ്റെ ഒരു വലിയ പ്രവൃത്തി എന്നിലൂടെ നീ ചെയ്യണമേ. എനിക്കറിയാം, ഞാനിത് പറയുമ്പോഴും നിങ്ങൾക്കിത് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ കഴിയും എന്നതിനേക്കാൾ കഴിയത്തില്ല എന്ന്. കാരണം പ്രവാചകനും അങ്ങനെ തന്നെ. പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അസ്ഥി താഴ്വരയിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചിട്ട് എടുത്തോണ്ട് ഓടിയതല്ല, അവിടെ തന്നെ ഇട്ട് ചുറ്റി നടക്കുമാറ്. ചില പ്രശ്നങ്ങളിൽ അങ്ങനെ ചുറ്റി നടക്കുക. ആ മക്കളുടെ മദ്യപാനം, ആ സഹോദരൻ്റെ മദ്യപാനം, വഴിവിട്ട ചില ബന്ധങ്ങൾ, അതിനകത്ത് കിടന്ന് നീ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ ചുറ്റൽ അവനെ ചുറ്റിയ ചുറ്റിനെ അഴിച്ചെടുക്കാൻ വേണ്ടിയാണ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ ചിലയിടങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന സഹോദരി, നിൻ്റെ ഭർത്താവിനെ, സഹോദരൻ, നിൻ്റെ ഭാര്യയെ, നിൻ്റെ മക്കളെ ചില ഇടങ്ങളിൽ പലതിലും, മദ്യത്തിലും, മയക്കുമരുന്നിലും, ലഹരിയിലും, ചില ബന്ധങ്ങളിലും ബന്ധിച്ചിരിക്കുന്ന അതൊരു കുരുക്കാണ്. ആമേൻ. വലിച്ചു പിടിച്ചാലൊന്നും വരത്തില്ല. കുരുക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, വലിക്കും തോറും മുറുകിക്കൊണ്ടിരിക്കും. അതിനെ അഴിച്ചെടുക്കണം. നീ ചുറ്റുമല്ല, നീ അഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ നീ അഴിച്ചെടുക്കുക. യേശുവിൻ നാമത്തിൽ. അങ്ങനെ ചുറ്റിക്കെട്ടി ചില ദുഷ്ട വ്യക്തികൾ ചുറ്റിക്കെട്ടിയ കെട്ടുകളെ നിന്നിലൂടെ എൻ്റെ കർത്താവ് അഴിച്ചെടുക്കുവാൻ പോകുക. അവർ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഷബറിധലമാശകന്. അപ്പോൾ ചുറ്റി നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുക, ഇതൊക്കെ ജീവിക്കുമെന്ന്. അപ്പം പ്രവാചകൻ എന്ത് പറയാനാ? എനിക്കറിയത്തില്ല, എനിക്കിതിന് എക്സ്പീരിയൻസ് ഇല്ല. പലപ്പോഴും അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ, സഹോദര, അവിടെ നിന്ന് വല്ല രക്ഷയുണ്ടോ? ഇപ്പം നിൽക്കുന്ന ആ രാജ്യത്ത്, ആ ജോലിയിൽ, ഈ നിലയിൽ മുമ്പോട്ട് പോയ വല്ല എവിടെ പാസ്റ്റർ? എനിക്കറിയത്തില്ല ഇതെവിടെ പോയി നിൽക്കുമെന്ന്. ഇതെൻ്റെ പുകയുണ്ട് തീരത്ത്. കടം വാങ്ങി എൻ്റെ ജീവിതം പോകും. ഞാനിങ്ങനെ കരഞ്ഞ് അല്ലേ സഹോദരി? അല്ലാതെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എൻ്റെ ഭർത്താവിലും പ്രതീക്ഷയില്ല, മക്കളിലും പ്രതീക്ഷ. ഞാനൊരു കുടുംബത്തിനകത്ത് വന്നു. അയ്യോ പാസ്റ്ററെ പറയണ്ട, ഉള്ളതെല്ലാം കൂടെ വിറ്റുപെറുക്കി മക്കളെ കെട്ടിച്ചതാണ്. ഇപ്പോൾ അവർ പോയി നിൽക്കുന്ന അവസ്ഥ, അയ്യോ, അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഉത്തരം പറയുവാൻ അറിയത്തില്ല, ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. പക്ഷേ നമ്മുടെ ഭാഗം അവിടെ കൊണ്ട് തീർന്നു. പ്രവാചകൻ്റെ ഭാഗം തീരുന്നില്ല. പ്രവാചകൻ ഒന്നുകൂടി പറയുക, നിനക്കറിയാം കർത്താവേ, എനിക്കേ അറിയാതെ ഉള്ളൂ, നിനക്കറിയാം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാം. എൻ്റെ ദൈവത്തിനറിയാം. നിൻ്റെ ജീവിതം മാറാൻ പോകുന്നത് ദൈവത്തിനറിയാം. നീ ആയിരിക്കുന്ന സ്ഥാനം നിന്നിലൂടെ മാറാൻ പോകുന്നത് എൻ്റെ ദൈവത്തിനറിയാം. നിൻ്റെ തൊഴിൽ മേഖല മാറുവാൻ പോകുന്നത്, നിൻ്റെ കുടുംബം മാറുവാൻ പോകുന്നത്, നീ ആയിരിക്കുന്ന സാഹചര്യം, സഭ, ശുശ്രൂഷ, ബിസിനസ്, നീ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകൾ മാറുവാൻ പോകുന്നത് എൻ്റെ ദൈവത്തിനറിയാം. അവിടെ എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. വന്നതൊറ്റയ്ക്കാണ്. പക്ഷേ ആ താഴ്വരയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു നിർത്തുമ്പോൾ പിൻപിലൊരു വലിയ സൈന്യമുണ്ട്. ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിൻ്റെ കുടുംബം നിനക്കൊപ്പം കാണും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ നിങ്ങൾക്കൊപ്പം കാണും. അതെ, അവരവിധത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ. ഇതൊരു ചെറിയ കാര്യമല്ല. അസ്ഥി താഴ്വരയിൽ ചുറ്റി നടക്കുവാനും തളർന്ന് മടുത്ത് ഭയന്നോടാതെ അനേകർ ദൈവം എത്തിച്ച സ്ഥലങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ഓടിപ്പോകുവാൻ കാണിച്ചൊരു വ്യഗ്രതയുണ്ട്, സാഹചര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ഓടിപ്പോകാതിരിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും കൂട്ടായ്മയും അത്യാവശ്യമാണ്. ദൈവകൃപയാൽ നിങ്ങൾ അവിധത്തിലുള്ള സ്ഥാനത്ത് പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. പ്രഷർ ഫാമിലിയുടെ കൂട്ടായ്മ, ഞങ്ങൾക്കൊപ്പം ചേർന്നുള്ള പ്രാർത്ഥന, അതിലുപരിയായ ഉപവാസം നിങ്ങളെ പ്രയോജനപ്പെടുത്തുമാറാക്കുന്നതിന്, അല്ലെങ്കിൽ എന്നോ നശിച്ചു പോയതിനെയൊക്കെ പുനർജീവിപ്പിക്കുന്നതിന് കാരണമാക്കി മാറ്റും. റെഡിയാണോ? പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ദൈവം അനുവദിച്ചാൽ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രൈസർ ഫാമിലിയുടെ ലൈവായുള്ള വചന ശുശ്രൂഷയുണ്ട്. രാവിലെ ഞാനായിരിക്കും, വൈകുന്നേരം സിസ്റ്റർ വിജി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യും. വചന ശുശ്രൂഷയും ഒപ്പമുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ സഭയിൽ മീറ്റിങ്ങുകളുണ്ട്. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗാണ്. സഹോദരിമാർ നോട്ട് ചെയ്താൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. കടന്നു വന്ന് നോക്ക്. വെള്ളിയാഴ്ച പതുപോലെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമാണ്. ലൈവ് സ്ട്രീമുണ്ട്.
നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച സഭയുടെ ആരാധന രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് അടുത്ത് രണ്ടാമത്തെ ഒരു സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നാൽ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കട്ടെ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇവർ ചെന്നെത്തിയ സ്ഥാനത്ത് നല്ലതൊന്നും കാണുവാൻ കഴിയാത്തതുകൊണ്ട് നിരാശയോടെ ആയിരിക്കുന്നവർ അങ്ങ് ഇവരോട് സംസാരിച്ചുവല്ലോ. വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുത്ത ഇവരുടെ ജീവിതത്തിൽ അത് നിറവേറട്ടെ. കാണുന്ന ശൂന്യതകൾ ഇവർ മുഖാന്തരം പണിയപ്പെടട്ടെ. അസ്ഥിത്താഴ്വര സമാനമായ അവസ്ഥകൾ, അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഇവരുടെ ഒറ്റപ്പെടലുകൾ മാറട്ടെ. ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, തൊഴിലിടങ്ങളിൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സ്വർഗ്ഗമങ്ങ് വിടുവിക്കണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസകൾ ലഭിക്കാതെ, എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാതെ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. മടങ്ങിപ്പോരേണ്ടി വരുന്ന നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗം പ്രവർത്തിക്കണമേ. അപ്പോൾ ആ പലവിധ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭയന്നായിരിക്കുന്നവർ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വാഗ്ദത്തം ഇവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും എൻ്റെ ദൈവത്തെ അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ. മക്കൾ ചേർന്ന് നിൽക്കട്ടെ. കുടുംബകലഹമുണ്ടാക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ തകർക്കണമേ. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ. ചില ബന്ധനങ്ങളിൽ നിന്ന് അഴിയട്ടെ. ചുറ്റി ശത്രു കുടുക്കിയിട്ടിരിക്കുന്ന കുടുക്കുകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ പുറത്തു വരട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിയട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാടക വീടുകളെന്ന നിരാശകൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനാവർക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നടക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് മുൻപോട്ട് പോകാം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. ശുഭദിനം. ദൈവം വെച്ചാൽ നാളെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആയിരിക്കുന്നത് വരെ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.